ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേലുവും രതീഷും കൂടി സംസാരിക്കുകയാണ്. അപ്പൊ വേലുവിനോട് പറയുകയാണ്, നമ്മളുടെ കണ്ണും ചുറ്റുപാടുണ്ടാകണം, ഇന്ന് കല്യാണം നടക്കാനുള്ളതാണ്, അതുകൊണ്ട് കല്യാണ പന്തലിന്റെ ചുറ്റിനും ആൾക്കാരുണ്ടാകണം, ആരൊക്കെ എവിടെ നിൽക്കുന്നൊന്ന് ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട സാറേ, കാരണം എൻ്റെ കണ്ണ് എല്ലായിടത്തും ഉണ്ടാവും. ആ ഗംഗാപ്രസാദ് എവിടെയെങ്കിലും വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ കൺമുന്നിൽ പെട്ട് കഴിഞ്ഞാൽ അവനെ ഞാൻ കുത്തി മലർത്തും എന്നൊക്കെ പറയാ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ പ്രകാശനാകെ വെപ്രാളമാണ്. അത് എന്താ അമ്മേ അവര് വരാത്തത്, ദേ സമയമായി, പോവണ്ടേ എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, എടാ നീയൊന്ന് വെപ്രാളപ്പെടാതിരിക്കടാ, എടാ മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്, അവർ ഒരുങ്ങി വരട്ടേന്നേ, അവൻ്റെ ഒരു വെപ്രാളം കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. അപ്പോഴാണ് ദേ നമ്മുടെ കാർത്തികയുടെ കൈയും പിടിച്ചുകൊണ്ട് കല്യാണി സ്റ്റെയർ കേസ് ഇറങ്ങി വരികയാണ്. കൂടെ ലക്ഷ്മിയും ഒക്കെയുണ്ട്. ഇവർക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ കാർത്തികയെ കല്യാണ പെണ്ണായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രകാശിൻ്റെ കണ്ണുകളൊക്കെ നിറയുക. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയാണ്, മോളെ നീ ഏതായാലും ദക്ഷിണ കൊടുക്ക്, നിന്റെ അമ്മമ്മയ്ക്ക് തന്നെ ദക്ഷിണം കൊടുക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും ദക്ഷിണ കൊടുക്കുക. അതിനുശേഷം ദക്ഷിണ എടുത്തിട്ട് അച്ഛന് മുന്നിൽ പോയി നിൽക്കുകയാണ് കാർത്തികയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെ അച്ഛൻ്റെ കയ്യിലേക്ക് ദക്ഷിണ കൊടുത്തിട്ട് അച്ഛൻ്റെ കാൽക്കൽ വീണ് അനുഗ്രഹം മേടിക്കുകയാണ് കാർത്തിക. അങ്ങനെ ആദ്യമായിട്ടൊരു പെൺമകളെ കല്യാണ സമയത്ത് അച്ഛൻ അനുഗ്രഹിക്കുകയാണ്. പെൺമക്കളെ വെറുത്തുകൊണ്ടിരുന്നേച്ച പ്രകാശൻ കാർത്തികയുടെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ട് കാർത്തികയെ പതിയെ എണീപ്പിക്കുകയാണ്. മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഒരു സങ്കടത്തില് കാർത്തികയുടെയും കണ്ണുകളൊക്കെ നിറഞ്ഞ് ഒഴുകുകയാണ്. അതിനുശേഷം കാർത്തിക നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുക. ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ലക്ഷ്മിക്ക് ദക്ഷിണ കൊടുക്കുകയാണ്, അനുഗ്രഹം മേടിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ്. ഇനി വേറൊരു വീട്ടിലേക്കാണല്ലോ പോകേണ്ടത്, ഇനി അമ്മയെ എപ്പോഴെപ്പോഴും കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് കാർത്തികയ്ക്കും ഭയങ്കര സങ്കടം തോന്നിയാണ്. കണ്ടോ എന്തിനിങ്ങനെ കരയുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ദേ പോകാനുള്ള സമയമായിട്ട് ചേച്ചി ഇങ്ങനെ കരയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കാർത്തിക ചോദിക്കണം, കിരൺ എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ കിരണേട്ടനെ കല്യാണപ്പന്തല്ല, കിരണേട്ടൻ അവിടെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ, എന്താവും ഏതാവുമെന്ന് ഒന്നും വിചാരിക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് കിരണേട്ടൻ അവിടെ തന്നെ നിൽക്കുന്നത്. ചേച്ചി ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട, വാ നമുക്ക് ഇറങ്ങാം, അധികം താമസിയാതെ ഇറങ്ങണം എന്നൊക്കെ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദിലീപിനെയാണ്. അപ്പോൾ ദിലീപ് അമ്മയോട് പറയണം, അമ്മേ ഇറങ്ങണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, മോനെ എന്നാലും മോനെ സൂക്ഷിക്കണം കേട്ടോ. അമ്മ പേടിക്കണ്ടെന്നേ, ഞാൻ പറഞ്ഞില്ലേ പേടിക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന്. ഈ മകൻ അമ്മയുടെ മുന്നിലേക്ക് ദേ ഒരു മരുമകളെ കൊണ്ടുവന്ന് തരും, അത് ഇന്നത്തോട് ഉറപ്പാണ്. അമ്മ സന്തോഷത്തോടെ ഇരിക്കെ, അങ്ങനെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കാനായിട്ട് പാടില്ല, ഒരാപത്തും വരാനായിട്ട് പോകുന്നില്ല മോനെ, ആപത്ത് വന്നാലും ഇല്ലെങ്കിലൊക്കെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം, അത് അമ്മയുടെ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം മതി, അങ്ങനെ ഉണ്ടാകും. അതേപോലെ ഒരു പെൺകുട്ടിയാണ് ഞാൻ കൊണ്ടുവരാനായിട്ട് പോകുന്നത് അമ്മേ, അവൾ നല്ല മനസ്സിൻ്റെ ഉടമയാണ് കാർത്തിക എന്നൊക്കെ ദിലീപ് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. എങ്കിൽ ബാ പെട്ടെന്ന് തന്നെ ഇറങ്ങണം, പെട്ടെന്ന് ഇറങ്ങിയിട്ട് നേരോട് പോകണം, അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും, പെട്ടെന്ന് പോകണമെന്നൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ ദിലീപും അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഇറങ്ങുക. ഈ സമയം തന്നെ കാർത്തികയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ആ കല്യാണ പന്തലിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയം കിരണാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇവരെല്ലാവരും നിരീക്ഷിക്കുകയാണ്, ആരെങ്കിലും എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അതൊക്കെ കൊണ്ട് കിരണാണെങ്കിൽ ആരെയും വിളിക്കാനോ സംസാരിക്കാനോ ആരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും പറ്റുന്നില്ല. എല്ലാം കിരണിൻ്റെ ചുറ്റുപാട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിരൺ. അപ്പോൾ ഇവരെല്ലാവരും കൂടി കാറിൽ നിന്ന് ഇറങ്ങിയാണ്. ഇവരെ സ്വീകരിക്കാൻ വേണ്ടി കുറേ ആൾക്കാരും ഉണ്ട്, പൂമാല വെച്ചും അതേപോലെ തന്നെ കാലിൽ വെള്ളം ഒഴിച്ചൊക്കെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ്, മകളുടെ കല്യാണം കാണാനായിട്ട് പോവുകയാണല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ പ്രകാശൻ നിൽക്കുന്നത്. അങ്ങനെ പ്രകാശൻ മകളുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞ് നമ്മുടെ കാർത്തികയ്ക്ക് ഒരു പൂമാലയൊക്കെ ഇട്ട് കൊടുക്കുക, ഒരു വെൽക്കം ചെയ്യണമല്ലോ, അതിനുവേണ്ടി പൂമാലയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്താണ് ബൈക്കിൽ ഒരാൾ വരുന്നത്. ബൈക്കിൽ ഒരാൾ വന്ന് ഇങ്ങനെ ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ പ്രകാശൻ ഈ ഒരു കാഴ്ച കാണുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രകാശൻ പേടിച്ചു, ആരടാ അത്, പിടിക്കടാ അവനെ. ഇയാളാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചും പോയി. ഒറ്റ പിള്ള, അത് മറ്റാരുമല്ല നമ്മുടെ ഗംഗാപ്രസാദിന്റെ ആ ഒരു ഗുണ്ടയായിരുന്നു. അപ്പോൾ പ്രകാശനും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇയാളെ പിന്നാലെ ഓടിയെങ്കിലും പിടിക്കാനായിട്ട് സാധിച്ചില്ല, വിട്ടടിച്ച് അവൻ പോവുകയാണ്. മോനെ ആരാടത്, അവൻ്റെ ആ നോട്ടം കണ്ടില്ലേ, അവൻ അങ്ങനെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ വേലുവാണെങ്കിൽ അതെ അവൻ്റെ ആ നോട്ടത്തിൽ എന്തോ പെശകുണ്ട്. അവനപ്പോൾ ദേ ഈ കല്യാണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ നോക്കി നിന്നാ, ഇതിൽ എന്തൊക്കെയോ പന്തികളുണ്ട്, അത് നമുക്ക്
ഇനി കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറയാണ്. ഏതായാലും ദേ കാർത്തിക മോൾ അവിടെ കാത്തു നിൽക്കുന്നത് കണ്ടില്ലേ? കാർത്തിക മോളെ കയറ്റിയിട്ട് അവളെ ഒരു വിവരം അറിയിക്കണ്ട. അവൾക്ക് അത് കേൾക്കുമ്പോൾ വല്ലാത്ത ടെൻഷനാവും. അതുകൊണ്ട് അവളെ വിവരങ്ങളൊന്നും അറിയിക്കണ്ട എന്ന് പറയുക. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചെല്ലുക. അപ്പോൾ കാർത്തിക ചോദിക്കുകയാണ്, എന്താ അച്ഛാ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കേ ഒന്നുമില്ല മോളെ, അതൊരു വഴിപോക്കൻ. അവനിവിടെ എന്താണ് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ബൈക്ക് നിർത്തി ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മോളെ എന്നൊക്കെ പറയാം. അങ്ങനെ ഇവരെല്ലാവരും കൂടി സന്തോഷത്തോടെ ആ കല്യാണ പന്തലിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ ഗംഗാപ്രസാദിനെ കാണിക്കുകയാണ്. അപ്പൊ ഗംഗാപ്രസാദ് ആണെങ്കിൽ അവിടെ നിന്ന് വെച്ചാൽ വെപ്പുമുടി എടുത്ത് തന്റെ തലയിലേക്ക് എടുത്ത് വെക്കുക. എടാ എങ്ങനെയുണ്ടാ, കൊള്ളാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും കൊള്ളാം, ഒരു താടിയും കൂടി വെച്ചിരുന്നെങ്കിൽ ആളെ തിരിച്ചറിയില്ലായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു താടിയും കൂടി വെക്കാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താടി വെക്കാനായിട്ടൊരുങ്ങി. അപ്പോഴാണത് ആ ബൈക്കിൽ പോയവൻ ഓടി പരക്കം മാഞ്ഞ് ഗംഗാപ്രസാദിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗംഗേട്ടാ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ പറയാം. എന്താടാ കാര്യം? അതെ, ഗംഗേട്ടൻ സ്വപ്നം കണ്ടതുപോലെ ഫലിക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. സ്വപ്നം കണ്ടതുപോലെ ഫലിക്കാൻ പോകുന്നു? അതെ, ആ കാർത്തിക കല്യാണ വേഷത്തിൽ ഒരു കല്യാണ പന്തലിന്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇത് കേട്ടതും ഗംഗാപ്രസാദിന് കാലി വന്നിട്ട് ഇവന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കണം. എന്താടാ അങ്ങനെ കണ്ടില്ലെന്ന് പറയടാ, എന്താണ് നീ പറഞ്ഞത്? അങ്ങനെ ഒരു കാര്യം എനിക്ക് കേൾക്കേ വേണ്ട, അവളെ എല്ലാം കണ്ടതെന്ന് നീ പറയടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ സത്യമായിട്ടും എന്നെ തല്ലിയിടുന്ന ഒരു കാര്യമില്ല, ഞാൻ ചുമ്മാ ബൈക്കായിട്ട് പോവുമായിരുന്നു. ആ സമയത്ത് അവിടെ എന്താണ് ആൾക്കൂട്ടമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ബൈക്ക് നിർത്തി നോക്കിയതാ. അപ്പതേ കാർത്തിക കല്യാണ വേഷത്തിൽ അവിടെ നിൽക്കുന്നു. കാർത്തികയുടെ അച്ഛനും ബാക്കിയുള്ളവരും എല്ലാവരും ഉണ്ട് അവിടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗംഗാപ്രസാദിനാകെ കാലി വരികയാണ്. ഓഹോ, അപ്പോൾ അവർ എൻ്റെ കണ്ണിൽ പൊടിയിടുമായിരുന്നല്ലേ, എന്നെ പറ്റിക്കുമായിരുന്നല്ലേ, വിട്ട് കൊടുക്കില്ല ഞാൻ. എടാ നീ കണ്ടത് മുഴുവൻ സത്യം തന്നെയാണല്ലോ. ആദ്യമൊക്കെ എങ്ങേട്ടാ, ഞാൻ കണ്ടത് മുഴുവൻ സത്യം തന്നെയാണ്. അപ്പൊ ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ അവള് കല്യാണ പെണ്ണായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് അത് ദിലീപ് തന്നെയാണ്. അതിന് യാതൊരു മാറ്റൂല. അവളുടെ കഴുത്തിൽ ദിലീപ് താലി കെട്ടും. പക്ഷേ അതിനു മുമ്പ് തന്നെ എനിക്ക് അവനെ പിടികൂടണം, തകർത്തടിക്കണം. അങ്ങനെ എന്നെ തോൽപ്പിച്ചുകൊണ്ട് കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടാമെന്ന് അവൻ വിചാരിക്കണ്ട. അപ്പൊ മീഡിയക്കാരുടെ മുന്നിലൊക്കെ പറഞ്ഞത് അവൻ്റെ ഒരു പുറം പോളിഷായിരുന്നു, അവനെ ഞാൻ വിടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദ് ഭയങ്കര വാശിയോടുകൂടി തന്നെ പറയണം, എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്ന് പോകണം, മുഹൂർത്തത്തിന്. അപ്പൊ ഈ വേറൊരു ഗുണ്ടയൊക്കെ ആണെങ്കിൽ എടാ കാർത്തികയാണെങ്കിൽ അത് നിനക്ക് അവിടെ നിന്ന് നോക്കാറുന്നില്ലേ എന്താ സംഭവിക്കുന്നതെന്ന്. എന്തൊരു മണ്ടത്തരം നിങ്ങൾ ഈ പറയുന്നത്. കാർത്തിക കല്യാണ വേഷത്തിൽ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓടി വന്ന് ഗംഗേട്ടനോട് പറയല്ലേ വേണ്ടത്, അല്ലാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ കല്യാണം കഴിയില്ലേ. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്ന് ഗംഗേട്ടനോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത്. നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഇപ്പം തന്നെ പുറപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് അവിടെ നിന്ന് പുറപ്പെടുക. ഈ സമയം തന്നെ നമ്മുടെ കിരണാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റുപാടും. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്കാരെയൊക്കെ നിരീക്ഷിച്ച് നോക്കുകയാണ് കിരണ്. ഈ സമയം തന്നെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ദിലീപ് വരികയും ചെയ്തു. അപ്പോൾ ദിലീപിനെ സ്വീകരിക്കുകയാണ്. ദിലീപിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. എന്താണ് ധൃതി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ബൈക്കിൽ ഒരാൾ പോയല്ലോ, അതിൻ്റെ ആ ഒരു ടെൻഷനിലാണ്. അപ്പോൾ നമ്മുടെ കിരൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിപ്പോൾ കിരൺ എവിടെ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതെ, ബൈക്കിൽ ഒരാൾ വന്നല്ലോ, അവനാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. അതുകൊണ്ട് കിരൺ മോളിൽ തന്നെ അങ്ങ് നിൽക്കുക, ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെ. അതുകൊണ്ട് കിരൺ താഴത്തേക്ക് ഇറങ്ങി വരാതെ നിന്ന് അങ്ങനെ നമ്മുടെ ദിലീപിനെ മാലയിട്ടൊക്കെ സ്വീകരിച്ച് അവിടെ കൊണ്ടിങ്ങനെ ഇരുത്തുകയാണ്. പ്രകാശിൻ്റെ കണ്ണുകളൊക്കെ നിറയണം, മോനെ നിന്നെ പോലൊരു നല്ല ചെറുപ്പക്കാരനെ എനിക്ക് കാണാനില്ല മോനെ, അതുകൊണ്ടാണല്ലോ എൻ്റെ മോളെ കെട്ടാനായിട്ട് നീ തയ്യാറായത്. അല്ലെങ്കിൽ ഇത്രയും സംഭവമൊക്കെ നടന്നിട്ടും നീ അതിൽ നിന്ന് പിന്മാറിയില്ലല്ലോ മോനെ. അതൊക്കെ ആലോചിക്കുമ്പോൾ ഈ അച്ഛന് വളരെയേറെ സന്തോഷമുണ്ട്. എൻ്റെ മോളെ കൈവിട്ടില്ലല്ലോ. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ നീ ചേർന്നത് കൊണ്ടാണല്ലോ നിൻ്റെ അച്ഛനെ നിനക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ അതൊന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ. അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടെന്നൊക്കെ പറയാണ്. അതൊന്നും സാരമില്ല അച്ഛാ, അങ്ങനെ എന്നോട് നന്ദി വാക്കൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാർത്തികയെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചായിരുന്നു. അവൾ കാരണമല്ലല്ലോ ഇങ്ങനെയൊന്നും സംഭവിച്ചത്. ഇതൊക്കെ വിധിയായിട്ടേ ഞാൻ കണക്ക് കൂട്ടുന്നുള്ളൂ. പിന്നെ കാർത്തിക ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിലീപിൻ്റെ ആ ഒരു ഇന്നസെൻസ് അവിടെ പറയാണ്. അങ്ങനെ നമ്മുടെ മൂങ്ങാമുത്തശ്ശി ആണെങ്കിൽ എന്നാലും അമ്മ വരെ ഇതിന് സപ്പോർട്ട് നിന്നല്ലോ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതേണ്ടത്. പിന്നെ നിങ്ങൾ കുറേ പ്രാവശ്യം മകനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നോക്കിയെന്ന് ഞാൻ അറിഞ്ഞു. അതിലൊന്നും ഒരു തെറ്റുമില്ല. കാരണം വേറെ ഏതെങ്കിലും അമ്മമാരായിരുന്നെങ്കിലേ
ഞാൻ ആത്മഹത്യ ചെയ്യോടോ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ എന്നും പറഞ്ഞുകൊണ്ട് മകനെ വിലയ്ക്കാനായിരുന്നു. പക്ഷേ നിങ്ങളായതുകൊണ്ട് അതൊന്നും ചെയ്തില്ലല്ലോ. അതാണ് നിങ്ങളുടെ മനസ്സ്. അപ്പോൾ നിങ്ങളുടെ മകന്റെ ജീവിതം നന്നായിട്ട് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എനിക്ക് പേടിയുള്ളത് കൊണ്ടാണ്. കാരണം എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഇവനും കൂടി ഒരു ആപത്ത് വരാൻ പാടില്ലെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ കാർത്തികയോട് വെറുപ്പും ദേഷ്യമുള്ളത് കൊണ്ടല്ല. അവൾ നല്ലൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അവളെ പോലൊരു പെൺകുട്ടിയെ ഏതെങ്കിലും ആൾക്കാർ കൈവിട്ട് കളയോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും പറയാം. അപ്പൊ കാർത്തിയെക്കുറിച്ച് ഇങ്ങനെ നല്ല വാക്കുകളെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അതിലുപരി നമ്മുടെ ലക്ഷ്മിക്കും ഭയങ്കര സന്തോഷം തോന്നുക. അങ്ങനെ കിരൺ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആ സമയത്താണ് രതീഷും വേലും കൂടെ അങ്ങോട്ട് വരുന്നത്. അളിയ എന്തായി കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാനിവിടെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതെ, ദിലീപും കൂട്ടരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കിക്കോളാം. കാരണം എനിക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരാനായിട്ട് സാധിക്കില്ല. എനിക്കെപ്പോഴും ഇവിടെ ചുറ്റിനും കണ്ണു വേണം. ഈ കല്യാണം നടക്കുന്നതുവരെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഈ ഗംഗാപ്രസാദ് സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ഇനിയിപ്പോൾ ഒരു ബൈക്കാരൻ വന്നിട്ട് പോയല്ലോ, അവൻ ഏത് തരക്കാരാണ്, ഇനി ഗംഗാപ്രസാദിന്റെ ആളാണോ എന്താണോ എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. ഈ കല്യാണം നടക്കുന്നത് വരെ നമ്മളുടെ കണ്ണ് ചുറ്റുപാടുണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ദിലീപിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം നിങ്ങൾ. അപ്പോൾ വേലുവാണെങ്കിൽ അത് ഞങ്ങൾ ഏറ്റു സാറേ. പക്ഷേ ഞാനിവിടെ നിന്നാൽ പോരെ, സാർ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം നോക്കിയാൽ പോരെ സാറേ? അതിൻ്റെ കാര്യമൊന്നുമില്ല വേലു, ഞാനിപ്പോൾ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഒന്നും പേടിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ താഴത്തേക്ക് പറഞ്ഞു വിടുകയാണ്. കിരൺ വീണ്ടും നിരീക്ഷണം തുടങ്ങുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദിനെ കാണിക്കുകയാണ്. അപ്പൊ ഗംഗാപ്രസാദ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ എത്തണമല്ലോ, ആ ഒരു കല്യാണ പന്തലിന് മുന്നിൽ എത്തണം, എന്നിട്ട് എല്ലാം തകർത്തടിക്കണം. അവരൊരു മാസ്ക് ഒക്കെ വെച്ചിരിക്കുകയാണ് നമ്മുടെ ഗംഗാപ്രസാദ്. അപ്പോഴാണ് ഒരു ആംബുലൻസ് അവിടെ കിടക്കുന്നത് കാണുന്നത്. അപ്പൊ ഗംഗാപ്രസാദിന്റെ കൂടെ നിന്ന 2 ഗുണ്ടകള് ഈ ആംബുലൻസ് ഡ്രൈവറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അയ്യോ ചേട്ടാ ഒരു പ്രശ്നം ഉണ്ടല്ലോ ചേട്ടാ. അയ്യോ എന്ത് പറ്റി? അതെ, ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരുത്തന് ആക്സിഡന്റ് ആയി. അവനാണെങ്കിൽ രക്തം ഒലിപ്പിച്ച് റോഡിൽ തന്നെ കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അവിടെ ഒരു വണ്ടി പോലും കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ ആംബുലൻസ് കിടക്കുന്നത് കാണുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്നൊന്നും വന്നിരുന്നെങ്കിൽ അയാളെ രക്ഷിക്കായിരുന്നു. ഒന്ന് ആംബുലൻസ് എടുക്കാവോ? അതിനെന്താ കുഴപ്പം, വാ കേറ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഈ ഡ്രൈവർ ആംബുലൻസിലേക്ക് കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗംഗാപ്രസാദ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഗംഗാപ്രസാദ് ഈ ആംബുലൻസ് ഡ്രൈവറെ അടിച്ച് തെറിപ്പിച്ച് നിലത്തിട്ടിട്ട് ഭയങ്കര ആക്രമണമാണ്. കാരണം ഇവന്റെ കയ്യിൽ നിന്ന് ആ താക്കോല് കൊടുക്കണം, ആംബുലൻസ് ആയിട്ട് വെച്ച് വിട്ടു പോകണമല്ലോ. ഇവർക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ആംബുലൻസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ആരും സംശയിക്കില്ലെന്ന് ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അങ്ങനെ ഈ ഡ്രൈവറെ ശരിപ്പെടുത്തിയിട്ട് ഒരു കൈകാല് പോലും അനക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാക്കി കളയാണ്. അങ്ങനെ ഗംഗാപ്രസാദ് ബാക്കിയുള്ളവരുടെ കയറണ വണ്ടിയിൽ ഇനി ഈ ആംബുലൻസ് ആയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അങ്ങനെ ആ വണ്ടി കയറിയിരിക്കാം. വണ്ടിക്കറിയുന്ന ഗംഗാപ്രസാദ് വണ്ടി ഓടിച്ച് അതിവേഗത്തിൽ പോവുകയാണ്. നമ്മളിനിയിപ്പോൾ ആരും തിരിച്ചറിയില്ലോ, ആംബുലൻസിലായതുകൊണ്ട് ആരും തിരിച്ചറിയാനായിട്ട് പോകുന്നില്ല. പിന്നെ നമ്മൾ മാസ്കും വെച്ചിട്ടുണ്ട്. ഇനി അവിടെ എത്തണം, ആ കല്യാണ സ്ഥലത്ത്. നീ പറഞ്ഞ സത്യം തന്നെയാണെങ്കിൽ തീർത്ത് കളയും ഞാൻ എല്ലാത്തിനെയും. അങ്ങനെ കാർത്തിക ജീവിക്കണ്ട, അവളെ തകർക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഉരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്നെ തകർത്ത് അവൾക്ക് നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശിയോടും വൈരാഗ്യത്തോടും കൂടി തന്നെ ഗംഗാപ്രസാദ് അവിടെ എത്തുകയാണ്. അങ്ങനെ ഗംഗാപ്രസാദിന്റെ അവിടെ ഈ മുഖത്ത് മാസ്കും വെച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര അതിഗംഭീരതയുടെ മാസ് എൻട്രി നടത്തുകയാണ് ഗംഗാപ്രസാദ്. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്, അതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ. ബൈ.